ഹലോ, അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം ഓരോ കോമ്പണൻറ്റ് തരും, അതിൻ്റെ സിമ്പിളും തരും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇവിടെ അത് നന്നായിട്ട് നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതാ സെല്ലിൻ്റെത് ബാറ്ററി, സ്വിച്ച് കീ, അതുപോലെ സ്വിച്ച് ബാർ കീ ഓൺ ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ബൾബ്, LED, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വോൾട്ട് മീറ്ററും അമ്മീറ്ററൊക്കെ സിമ്പിളാണ്, കാരണം നമുക്ക് അതിൻ്റെ അതേ ലെറ്റർ തന്നെയായിരിക്കും. വോൾട്ട് മീറ്ററിന് വിയും അമ്മീറ്ററിന് എയും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. അത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കും. ഇനി മലയാളം മീഡിയത്തിൻ്റെ ഇത് കാണിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഘടകം, പ്രതീകം കേട്ടോ. അപ്പോൾ എല്ലാം 2 കോളത്തിലും തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്താണ്, നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ്, അതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തരുള്ളൂ കേട്ടോ. സെല്ല്, ബാറ്ററി, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് തീർച്ചയായും ചാൻസുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് ദ ഡിവൈസ് യൂസ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ്. അത് ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ. ഹൈഡ്രോമീറ്റർ ഓർക്കണേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ്. എ ഡിവൈസ് യൂസ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്. അതേതാണ്? ലാക്ടോമീറ്റർ ആണല്ലേ. ഓക്കെ, നമുക്കറിയാം ലാക്ടോമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് യൂണിറ്റ്സ് പഠിക്കാം. അപ്പം പ്രവൃത്തിയുടെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ആകുമ്പോൾ ജൂളാണ് കേട്ടോ. അതിന് J വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂള്, പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. ഇതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. SI യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ. ഓക്കെ, ഇനി SI യൂണിറ്റ് ഓഫ് പവർ എന്താണ്? വാട്ടാണ് കേട്ടോ. SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ടാണ്. W വെച്ചാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? അതായത് പ്രതിരോധത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഓം ആണ് കേട്ടോ. ഓം. അത് ഓർമ്മ ഉണ്ടാവണം. ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാലും മതി. നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞതായിരിക്കും. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെ കണ്ടാൽ മതി. ഇതൊക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതോടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് കേട്ടോ. ഒരു കലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.2 ജൂളാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താ, നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് തരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടായിരിക്കും അവർ തരുന്നത്. അത് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കണം. യാന്ത്രികോർജം, സ്ഥിതികോർജം, ഗതികോർജം ഉണ്ട്. അതുപോലെ തന്നെ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം ഉണ്ട്. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജം ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓരോ ഊർജ്ജ മാറ്റങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ ഇലക്ട്രിക് ബൾബിലുള്ള ഊർജ്ജമാറ്റം എന്താണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ജനറേറ്ററിലുള്ളത്, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ബൾബിലുള്ളത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് നന്നായിട്ടൊന്ന് പഠിക്കുക. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് കേട്ടോ. ഇത് തന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ലേ. ഓക്കെ, മെക്കാനിക്കൽ എനർജി അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി തന്നെ 2 ടൈപ്പ് ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്കാം. താഴെ കൊടുത്ത ഓരോ അവസരത്തിലും പ്രവൃത്തി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നെഗറ്റീവ് ആണല്ലേ. ഓക്കെ, അപ്പോൾ അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്.
അടുത്തത് നോക്കാം. നമുക്കിവിടെ എഴുതാം അല്ലേ. ഇത് നെഗറ്റീവാണ് കേട്ടോ. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, അത് പോസിറ്റീവാണ് കേട്ടോ. ഇനി അടുത്തത്, ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി, അതും പോസിറ്റീവാണ്, അത് ഉയരുന്നുണ്ടല്ലേ. ഇനി ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് നെഗറ്റീവാണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. അടുത്തത് എന്താ? തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്താണ്? അത് പോസിറ്റീവാണ് അല്ലേ. താഴേക്ക് വീഴുന്നുണ്ട്, അപ്പം ഭൂഗുരുത്വാകർഷണ ബലം മൂലം അങ്ങോട്ടേക്ക് തന്നെ എത്തുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഈസി ആണല്ലോ. നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒരു പ്രവൃത്തി എന്ന് കുറച്ച് പോയിന്റ്സ് ഇതുപോലെ തരും, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് പ്രവൃത്തി എന്താണ്, നെഗറ്റീവ് പ്രവൃത്തി എന്താണെന്ന് അറിയില്ലേ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. റൈറ്റ് ഡൗൺ വെദർ വർക്ക് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻസ്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. മുകളിലേക്ക് ഉയർത്തുമ്പോൾ എന്താണ്? അത് നെഗറ്റീവ് ആണല്ലേ. സോറി, ഇവിടെ നെഗറ്റീവ്. അടുത്തത് എന്താ? ദ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് വെൻ വി ത്രോ എ സ്റ്റോൺ അപ്വേർഡ്, അത് പോസിറ്റീവാണ്. നെക്സ്റ്റ് എന്താണ്? ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ എ ക്രെയിൻ ഓൺ ദ ഒബ്ജക്റ്റ് വൈൽ ലിഫ്റ്റിംഗ് ഇറ്റ്, അത് പോസിറ്റീവാണ് അല്ലേ. അടുത്തത് എന്താ? ദ വർക്ക് ഡൺ ഓൺ എ ഒബ്ജക്റ്റ് ബൈ എ ക്രെയിൻ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്, അത് നെഗറ്റീവാണ് അല്ലേ. ഓക്കെ, ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഈസ് ഫോൾ ഡൗൺ, തേങ്ങ താഴേക്ക് വീഴുമ്പോൾ അത് പോസിറ്റീവാണ് അല്ലേ. ഗ്രാവിറ്റി എന്താണ്? പോസിറ്റീവാണ്, അത് താഴേക്ക് വീഴുന്നുണ്ട്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചു നിങ്ങൾക്ക് പോസിറ്റീവ് പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു, അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ സ്ക്രീൻ ഒന്ന് നോക്കാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാകുന്നതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ് ആണല്ലോ. ഇനി നെഗറ്റീവ് പ്രവൃത്തി എന്താ? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ഒരു തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂമി അതിന് ഒരു ഗ്രാവിറ്റേഷൻ, ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ, ഭൂഗുരുത്വാകർഷണം മൂലം അത് താഴേക്ക് തന്നെ പതിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അത് പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്തത്? ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം ഈ ഭൂമി ആ തേങ്ങയിലൊരു ബലം പ്രയോഗിച്ചു അല്ലേ. അതുകൊണ്ട് എന്തുണ്ടായി? വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാകുന്നതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി അത് പോസിറ്റീവാണ്. ഇപ്പോൾ റെഡിയാണല്ലോ. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്? നമുക്ക് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം അല്ലേ. ഈ എനർജി, അതായത് ഊർജ്ജം നിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല, അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ അല്ലേ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കേട്ടോ. ഇതവിടെ ശ്രദ്ധിക്കുക. ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. അതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് ഒന്നും വെറുതെ കാണരുത്. നിങ്ങൾക്ക് ഇതിന്ന് ചോദിക്കാൻ അത്രയേറെ ചാൻസുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും സീരിയസ്നെസ്സോട് കൂടി തന്നെ അത് കാണണം, പഠിക്കണം. നാളെ എന്തായാലും ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത സെല്ലിനെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഡ്രൈ സെല്ലാണ് കേട്ടോ. ഇനി സെക്കൻഡറി സെല്ലും കൂടി നോക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന തരം വൈദ്യുത സ്രോതസ്സുകളാണ് സെക്കൻഡറി സെല്ല്. അതിന് എക്സാമ്പിളാണ് മൊബൈൽ ബാറ്ററി അല്ലേ. നമ്മളൊരു തവണ യൂസ് ചെയ്തിട്ട് അത് വലിച്ചെറിയുന്നില്ല അല്ലേ. പിന്നെയും നമുക്ക് ചാർജ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ.
യെസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രൈമറി സെൽസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി റീയൂസ്ഡ് ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ എ സർട്ടൻ പീരീഡ്. ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഡ്രൈ സെല്ലാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്നത്. സെക്കൻഡറി സെൽസ് ആർ എനർജി സോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ് അല്ലേ. റീചാർജ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് മൊബൈൽ ബാറ്ററി. ഇപ്പോൾ പറഞ്ഞ സെയിം സാധനം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക, ഓർത്ത് വെക്കുക കേട്ടോ എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നായിരിക്കും ചോദിക്കുക. പ്രൈമറി സെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ സെക്കൻഡറി സെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാനായിരിക്കും വരിക കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യനാണ് ഞാൻ നേരത്തെയും ഇതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സ്രോതസ്സ് തരും, അതിൻ്റെ ഊർജ്ജ മാറ്റം ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ബാക്കി കുറച്ച് ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി മാക്സിമം കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കി തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ മുന്നേ ഫിസിക്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ ബോത്ത് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം. സോ ഗൈസ്, ബൈ.